ദശകം 16 ശ്ലോക 1. നരനാരായണ ചരിതവും ദക്ഷയാഗവും. ദക്ഷക വിരിഞ്ചതനയഃ അദ മനോഹോ തനൂജാം ലബ്ധ്വാ പ്രസൂതിം ഇഹ ഷോഡശച്ചാപകന്യാഃ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷ്ടസ്വധാം ച സ്വാഹാം ഹവിഃ ഭുജി സതീം ഗിരിശേ ത്വദംശേ. ദക്ഷഃ ഇവിടെ നമ്മുടെ ദക്ഷ പ്രജാപതിയെ കുറിക്കുന്നു. വിരിഞ്ച ബ്രഹ്മാവ്, തനയഃ മറ്റൊരു പുത്രൻ, അധ അനന്തരം, മനോഹോ സ്വയംഭുവ മനു, തനൂജാം പുത്രി, ലബ്ധ്വാ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക, പ്രസൂതിം പ്രസൂതി എന്ന പേരുള്ള, ഇഹ ഇവിടെ, ഷോഡശ 16 ചാപ ലഭിക്കുകയും, കന്യാഹ കന്യകളെ, ധർമ്മേ ധർമ്മദേവന്, ത്രയോദശ ദശ 10 ത്രയോ 3 ത്രയോദശ 3ഉം 10ഉം ചേർന്ന് 13 ദദൗ കന്യകളെ കൊടുക്കുകയും, പിതൃഷു പിതൃക്കൾക്ക്, സ്വധാം സ്വധ എന്ന പേരുള്ള, ച കൂടി, സ്വാഹ സ്വാഹ എന്ന പേരുള്ള, ഹവിഹി അഗ്നി, ഭുജി കൊടുക്കുകയും, സതീം സതി എന്ന പേരുള്ള, ഗിരിശേ ശിവന്, ത്വദംശേ സ്വന്തം മൂർത്തിഭേദമാകു കാണുന്ന. അതായത് ഈ ശ്ലോകത്തിൽ നമ്മുടെ ബ്രഹ്മാവിന്റെ മറ്റൊരു പുത്രനായ ദക്ഷ പ്രജാപതി അങ്ങനെ അനന്തരം സ്വയംഭൂമനുവിന്റെ മറ്റൊരു പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, അതായത് പ്രസൂതിയെ. അതുമാത്രവുമല്ല, അവർക്ക് 16 പുത്രികളെ ലഭിക്കുകയും അതിൽ 13 കന്യകളെ ധർമ്മദേവന് കൊടുക്കുകയും, പിതൃക്കൾക്ക് സ്വധ എന്ന പുത്രിയെ കൊടുക്കുകയും, സ്വാഹ എന്ന പുത്രിയെ അഗ്നിക്ക് കൊടുക്കുകയും, സതി എന്ന പുത്രിയെ ശിവൻ, അതായത് തൻ്റെ മൂർത്തിഭേദമായ ശിവഭഗവാന് കൊടുക്കുകയും ചെയ്യുന്നു. അതായത് 16 പുത്രികളിൽ 13 പുത്രികളെ ധർമ്മദേവനും 14ാമത്തെ പുത്രിയെ സ്വധ എന്ന പുത്രിയെ പിതൃക്കൾക്കും 15ാമത്തെ പുത്രിയായ സ്വാഹ എന്ന പുത്രിയെ അഗ്നിക്കും 16ാമത്തെ പുത്രിയായ സതിയെ ശിവനും കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ശ്ലോകത്തിന്റെ പരാമർശം. ദക്ഷോ വിരിഞ്ചതനയോധമനുസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിവിക ഷോഡശ ചാപകന്യാക ധർമ്മേ ത്രയോദശൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ഈ 13 പുത്രികൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, മേധ, രതി, മേ, ദിതി, ഹീരി, മൂർത്തി, സ്വധ, സ്വാഹ, സതി, ലജ്ജ. ഇങ്ങനെ 13 പുത്രിമാരാണ് ബ്രഹ്മദേവൻ ധർമ്മദേവന് കൊടുത്തത്. താങ്ക് യു.